ഇടുക്കി കാഞ്ചിയാറിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തിയെങ്കിലും പ്രസിഡന്റ് പദവി ബി.ജെ.പിയിൽ നിന്നുള്ള കെ.സി. സുരേഷ് അധ്യക്ഷനാകും. പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്തിരിക്കുന്ന പഞ്ചായത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആരെയും എൽ.ഡി.എഫിന് വിജയിപ്പിക്കാനായില്ല. 16 വാർഡുകളുള്ള കാഞ്ചിയാർ പഞ്ചായത്തിൽ 9 വാർഡുകളിൽ വിജയിച്ച എൽ.ഡി.എഫ് ഭൂരിപക്ഷം നേടിയിരുന്നു. യു.ഡി.എഫ് 6 വാർഡുകൾ നേടിയപ്പോൾ ബി.ജെ.പിക്ക് ജയിക്കാനായത് 1 വാർഡിൽ മാത്രം. എൽ.ഡി.എഫ് വിജയിച്ചെങ്കിലും പ്രസിഡന്റ് പദവി ബി.ജെ.പിക്കാണ്. പ്രസിഡന്റ് സ്ഥാനം പട്ടിക വിഭാഗത്തിന് സംവരണം ചെയ്തിരിക്കുന്ന പഞ്ചായത്താണ് കാഞ്ചിയാർ. എന്നാൽ ഈ വിഭാഗത്തിൽപ്പെട്ടവർ ആരും എൽ.ഡി.എഫിൽ നിന്ന് വിജയിക്കാതിരുന്നതാണ് പ്രസിഡന്റ് സ്ഥാനം എൽ.ഡി.എഫിന് നഷ്ടപ്പെടാൻ കാരണം. ബി.ജെ.പിയിൽ നിന്നുള്ള കെ.സി. സുരേഷാകും പഞ്ചായത്ത് പ്രസിഡന്റ്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള 4 പേരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. അവരിൽ നരിയമ്പാറ വാർഡിൽ മത്സരിച്ച സുരേഷ് മാത്രമാണ് ജയിച്ചത്. ജനറൽ സീറ്റിൽ ഉൾപ്പെടെ 2 വാർഡുകളിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ ഇടതുപക്ഷം മത്സരിപ്പിച്ചെങ്കിലും വിജയിച്ചില്ല. 2015 ഇടതുപക്ഷ ഭരണസമിതിയിൽ അംഗമായിരുന്ന സനീഷ് ശ്രീധരനെ പരാജയപ്പെടുത്തിയാണ് സുരേഷ് ജയിച്ചത്. ന്യൂസ് 18 ഇടുക്കി. ആഹ്ലാദ പ്രകടനം നിയന്ത്രിക്കാനെത്തിയ ദേവികുളം എസ്.ഐ അടക്കമുള്ള പോലീസുകാർക്ക് മർദ്ദനമേറ്റു. മാട്ടുപ്പെട്ടി നെറ്റിമേട്ടിൽ രാത്രി വൈകിയും കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചു നടത്തിയ ആഹ്ലാദ പ്രകടനം നിയന്ത്രിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് മർദ്ദനമേറ്റത്. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതിനെ തുടർന്ന് നടന്ന ആഹ്ലാദ പ്രകടനം നിയന്ത്രിക്കാനാണ് പോലീസ് എത്തിയത്. പിരിഞ്ഞുപോകാൻ പ്രവർത്തകർ വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുപ്പാടിയിൽ വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായി വീണ്ടും അക്രമ സംഭവങ്ങൾ. കൊട്ടാരക്കോത്ത്, മലപ്പുറം എന്നിവിടങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ അഗ്നിക്കിരയാക്കി. ബുധനാഴ്ച വൈകിട്ട് നടന്ന സംഘർഷത്തിൽ 20ഓളം ആളുകൾക്കാണ് പരിക്കേറ്റത്. യു.ഡി.എഫ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ CPM ഓഫീസ് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സംഘർഷം നിയന്ത്രിച്ചത്. മാനന്തവാടി രൂപത PRO ടീം അംഗം ഫാദർ റോബിൻ പാറയ്ക്കലിനെതിരെയുള്ള സിസ്റ്റർ ലൂസി കളപ്പുരയുടെ പരാതിയിൽ മാനന്തവാടി കോടതി ഇന്ന് മൊഴിയെടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിലാണ് നടപടി. തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി വെള്ളമുണ്ട പോലീസ് കേസ് തള്ളിയിരുന്നു. തുടർന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയതിനെ തുടർന്നാണ് മാനന്തവാടി കോടതി മൊഴിയെടുത്തത്. ജനുവരി 21-ന് ഇതുമായി ബന്ധപ്പെട്ട സാക്ഷികളുടെ മൊഴിയെടുക്കും. എഴുത്തുകാരി ജയഗീതയെ മാനസികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതികളെ വെറുതെ വിട്ട് കോടതി. 2012 നടന്ന സംഭവത്തിന് ആസ്പദമായ കേസിൽ 2 റെയിൽവേ TTEമാരായിരുന്നു പ്രതി ചേർക്കപ്പെട്ടിരുന്നത്. സീസൺ ടിക്കറ്റുമായി ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ജയഗീത യാത്ര ചെയ്തുവെന്ന വാദത്തെ തുടർന്നുണ്ടായ തർക്കമാണ് 8 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് വഴിവെച്ചത്. TTEമാരായ ജാഫർ ഹുസൈൻ, GR പ്രവീൺ എന്നിവരെയാണ് കൊല്ലം ജില്ലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടത്. റെയിൽവേ ഉദ്യോഗസ്ഥർ നിയമം നടപ്പാക്കുകയായിരുന്നുവെന്നും പരാതിക്കാരി പറയുന്നത് ശരിയല്ലെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം പരിഗണിച്ചാണ് ഇരു TTEമാരെയും വെറുതെ വിട്ടുള്ള കോടതി നടപടി. വനിതാ നിയമങ്ങൾക്ക് ഏതൊക്കെ പ്രിവിലേജുകൾ ഒരു വാദിക്ക് കൊടുക്കാമോ ആ പ്രിവിലേജുകളെല്ലാം ഈ കേസിനകത്ത് വാദിക്ക് കിട്ടി. ഒരു സ്പെഷ്യൽ വനിതാ പ്രോസിക്യൂട്ടറെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിനടിസ്ഥാനത്തിലൊരു വനിതാ പ്രോസിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുകയും നീണ്ട 8 വർഷക്കാലം കൃത്യനിർവഹണം നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ആരോപണ വിധേയരായി ഈ TTEമാർ കോടതി കയറി ഇറങ്ങേണ്ടി വന്നു. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപഹസിക്കപ്പെടേണ്ടി വന്നു, അവഹേളിക്കപ്പെടേണ്ടി വന്നു. ആ തരത്തിലുള്ള അവഹേളനം, അപഹസിക്കൽ ഇതെല്ലാം മാറ്റി നമ്മുടെ ഇന്ത്യൻ നിയമ സംവിധാനത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള നിമിഷമായി തീർച്ചയായും ഈ തരത്തിലുള്ള വിധിയെഴുത്തലുകൾ കാണണം. 2012-ലാണ് കേസിനാസ്പദമായ സംഭവം. ആസൂത്രണ ബോർഡ് ഉദ്യോഗസ്ഥയായിരുന്ന ജയഗീത സീസൺ ടിക്കറ്റുമായി ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ സഞ്ചരിച്ചുവെന്നായിരുന്നു TTEമാരുടെ കണ്ടെത്തൽ. ഇതിനു മുൻപും ജയഗീത ഇത്തരത്തിൽ സഞ്ചരിച്ചുവെന്നത് വിചാരണാവേളയിൽ പ്രതിഭാഗത്തിന് തെളിയിക്കാനായി. അന്ന് തീവണ്ടിയിലുണ്ടായിരുന്ന TTEയെ സാക്ഷിയായി വിസ്തരിക്കുകയും ചെയ്തു. കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും നഷ്ടപരിഹാരത്തിനായി മേൽക്കോടതിയെ സമീപിക്കാനാണ് TTEമാരുടെ തീരുമാനം. ന്യൂസ് 18 കൊല്ലം. കായംകുളം കോടതിയിലെ മീഡിയേഷൻ സബ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. മിനി സിവിൽ സ്റ്റേഷനിലുള്ള മുനിസിഫ് കോടതിക്ക് സമീപത്തായാണ് മീഡിയേഷൻ സെന്റർ. കേസുകൾ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സബ് സെന്ററിന്റെ ഉദ്ഘാടനം മുനിസിഫ് മജിസ്ട്രേറ്റ് A. ഷാനവാസ് നിർവഹിച്ചു.
അരുവിക്കര ജലശുദ്ധീകരണശാലയിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച തിരുവനന്തപുരം നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജലവിതരണം മുടങ്ങും. വാട്ടർ അതോറിറ്റിയുടെ പേരൂർക്കട, കവടിയാർ, പോങ്ങുമൂട്, കഴക്കൂട്ടം സെക്ഷനുകൾക്ക് കീഴിലെ പ്രദേശങ്ങളിൽ രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ജലവിതരണം മുടങ്ങുക. മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ ഭാഗികമായും പമ്പിംഗ് തടസ്സപ്പെടും. ഞായറാഴ്ച രാവിലെയോടെ പമ്പിംഗ് പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്ന് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കി. പട്ടാമ്പി കൊടലൂർ പേരിക്കാട്ട് കുളം നവീകരിക്കണമെന്ന ആവശ്യം ശക്തം. കാർഷിക മേഖലയ്ക്കും കുടിവെള്ള ലഭ്യത പ്രയോജനകരമായ കുളമാണ് പുനരുജ്ജീവനം കാത്തുകിടക്കുന്നത്. 1,04 ലക്ഷം രൂപ ചെലവഴിച്ച് കുളം നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയെങ്കിലും നടന്നില്ല. പട്ടാമ്പി കൊടലൂരിലുള്ള പെരിക്കാട്ടുകുളത്തിന്റെ അവസ്ഥ വർഷങ്ങളായി ഇങ്ങനെയാണ്. കാടുപിടിച്ചും അരുകുകളിടിഞ്ഞും കുളം നാശത്തിന്റെ വക്കിലാണ്. പ്രദേശത്തെ വലിയ കുളങ്ങളിലൊന്നാണ് പെരിക്കാട്ടുകുളം. ഒരു കാലത്ത് പ്രദേശത്തെ കാർഷിക മേഖലയുടെയും കുടിവെള്ള ലഭ്യതയുടെയും പ്രധാന സ്രോതസ്സായിരുന്നു ഈ കുളം. കർഷകരുടെയും പ്രദേശവാസികളുടെയും ആവശ്യപ്രകാരം ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1,04 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കി. നവീകരണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ വന്നതോടെ പദ്ധതിയും പാതി വഴിയിലായി. ഈ വർഷമാണെങ്കിൽ കാലവർഷം തീരെ ഇല്ലാത്ത രണ്ടാം വിളയ്ക്ക് വെള്ളം വെള്ളം കിട്ടേണ്ട സമയത്ത് മഴ പെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ കിണറുകളൊക്കെ തന്നെ ഒരു 3/4 ഭാഗം പറ്റി 3/4 ഭാഗം വരെ താണു പോയിരിക്കുകയാണ്. ഈ നില തുടരുകയാണെങ്കിൽ ഇനിയും 2 മാസത്തോളം ഏകദേശം ഇവിടെ ഈ നെല്ലിന് തന്നെ വെള്ളം ആവശ്യമുള്ളതാണ്. അത് ഈ നില തുടരുകയാണെങ്കിൽ ആ 2 മാസം അടിക്കാനുള്ള വെള്ളം കിണറുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുളത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ആ വെള്ളം കൊടലൂർ ഈ പാടത്ത് ആലിൻ്റെ ചോട്ടിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ഈ നെല്ലിനെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന പച്ചക്കറി കൃഷിയെയും സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. കുളം നശിക്കാൻ തുടങ്ങിയതോടെ പ്രദേശത്തെ കുടിവെള്ള ലഭ്യതയും കുറഞ്ഞു. കാർഷിക മേഖലയും പ്രതിസന്ധിയിലായി. ന്യൂസ് 18 പട്ടാമ്പി. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന തൊമ്മൻകുത്ത് ടൂറിസ്റ്റ് കേന്ദ്രം തുറന്നു നൽകാത്തത് സഞ്ചാരികളെ നിരാശരാക്കുന്നു. ജില്ലയിലെ പ്രമുഖ ഇക്കോ ടൂറിസം കേന്ദ്രമായ തൊമ്മൻകുത്ത് ടൂറിസ്റ്റ് കേന്ദ്രം കഴിഞ്ഞ മാർച്ചിൽ കോവിഡിനെ തുടർന്നാണ് അടച്ചത്. തൊമ്മൻകുത്തിൽ വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിക്കാൻ വാഹനങ്ങളെത്തുന്നവർ അടച്ചിട്ടിരിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കണ്ട് നിരാശരായി മടങ്ങേണ്ട അവസ്ഥയാണെന്ന്. ദിവസേന 100 കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. പലരും തൊമ്മൻകുത്തിലെത്തിയ ശേഷമാണ് വിനോദസഞ്ചാര കേന്ദ്രം തുറക്കാത്ത വിവരം അറിയുന്നത്. സംസ്ഥാനത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം തുറക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടും തൊമ്മൻകുത്ത് ടൂറിസ്റ്റ് കേന്ദ്രം തുറക്കാത്തത് ചിലരുടെ പിടിവാശി കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ടൂറിസം കേന്ദ്രം തുറക്കാത്തതിനാൽ സമീപത്തുള്ള കച്ചവടക്കാരും പ്രതിസന്ധിയിലാണ്. തുറന്നെങ്കിലല്ലേ മോനെ കച്ചവടം കിട്ടുള്ളൂ. ഇപ്പം 9 മാസമായില്ലേ, ഇപ്പോൾ കച്ചവടമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും തുറക്കാൻ അവർക്ക് ഇഷ്ടമായിരുന്നു, അവർ തുറക്കുകയും ചെയ്തതാണ്. അപ്പോൾ താഴത്തെ ഒരു വീട്ടിൽ കൊറോണ ഉണ്ടായതുകൊണ്ട് നാട്ടുകാർ അടുപ്പിച്ചതാണ്. ടൂറിസ്റ്റ് കേന്ദ്രത്തെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന വനസംരക്ഷണ സമിതി അംഗങ്ങളും ദുരിതത്തിലാണ്. ടൂറിസ്റ്റ് കേന്ദ്രം ഉടൻ തന്നെ തുറക്കണമെന്നാണ് വനസംരക്ഷണ സമിതി അംഗങ്ങളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് 18 തൊടുപുഴ. മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഭൂതത്താൻകെട്ടിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു. കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഭൂതത്താൻകെട്ട് ഡാമിലെ ഷട്ടർ തുറന്നുവിട്ടതുമൂലം വെള്ളമില്ലാത്തതും കോവിഡ് മഹാമാരിയുടെ വരവും കാരണം ഭൂതത്താൻകെട്ടിൽ ബോട്ടിംഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. കാടിന് നടുവിലൂടെയുള്ള ബോട്ട് യാത്രയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ 30 കോടി രൂപയുടെ വിനോദസഞ്ചാര വികസന പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയിരുന്നു. എന്നാൽ ബോട്ടിംഗ് പുനരാരംഭിക്കാത്തതുകൊണ്ട് സഞ്ചാരികൾ കുറവായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ബോട്ട് യാത്ര. ഇവിടുത്തെ ഒരു പ്രത്യേകത ഭൂതത്താൻകെട്ടും തട്ടേക്കാട് ഉൾപ്പെടെ വരുന്ന ഇഞ്ചത്തൊട്ടിയും ഉൾപ്പെടെ വരുന്ന നേരിമംഗലം വരെ വരുന്ന ഈ പെരിയാറിലൂടെയുള്ള ബോട്ട് യാത്ര പക്ഷി മൃഗാദികളെയുമെല്ലാം കണ്ടുകൊണ്ട് ഒരുപക്ഷെ തേക്കടിക്ക് സമാനമായിട്ടുള്ള ഒരു ബോട്ടിംഗ് അനുഭവമായിരിക്കും ഇവിടെ വിനോദസഞ്ചാരികൾക്ക് അനുഭവഭേദ്യമാകുന്നത്. പെരിയാറിന്റെ തീരത്തുകൂടി കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് ബോട്ട് യാത്ര നടത്താമെന്നതാണ് പ്രത്യേകത. ഭൂതത്താൻകെട്ടിൽ നിന്ന് തട്ടേക്കാടിനും ഞായപ്പള്ളിക്കും 1 മണിക്കൂർ വീതം ദൈർഘ്യമുണ്ട്. ഒരു വർഷം 2.5 ലക്ഷത്തോളം സഞ്ചാരികളെത്തുന്ന ഭൂതത്താൻകെട്ടിൽ ബോട്ട് യാത്രയ്ക്കൊപ്പം തട്ടേക്കാട് സലീമരി പക്ഷി സങ്കേതവും സന്ദർശിക്കാനാവും. ചെറുതും വലുതുമായ 10ഓളം ബോട്ടുകളാണ് സർവീസ് നടത്തുക. പെഡൽ ബോട്ടും കയാക്കിംഗ് സൗകര്യവും ഭൂതത്താൻകെട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ യാത്രയ്ക്ക് ഒരാൾക്ക് 150 രൂപയാണ് ചാർജ്. ന്യൂസ് 18 കോതമംഗലം. നെയ്യാർ ഡാമിലെ പെരിഞ്ഞിൽക്കടവ് കനാൽ പാലം സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നിട്ട് മാസങ്ങളാകുന്നു. നിരവധി പേരാണ് ഈ പാലത്തിലൂടെ കടന്നു പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്.
മാസങ്ങൾക്ക് മുൻപാണ് പാലം തകർന്നത്. നാട്ടുകാർ നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം കാൽനടയാത്രക്കാർ പോലും ദുരിതത്തിലാണ്. നിരവധി പേർക്കാണ് ഇതിനിടെ അപകടം സംഭവിച്ചത്. പാട്ടേക്കോണം സ്വദേശി അപ്പു എന്ന 4 വയസ്സുകാരൻ കഴിഞ്ഞ ദിവസമാണ് അപകടത്തിൽപ്പെട്ടത്. തലയ്ക്ക് പരിക്കേറ്റ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. കള്ളിക്കാട് പഞ്ചായത്തിലെ പെരിഞ്ഞാൻകടവ് വാർഡിനെയും പെരിങ്ങുളങ്ങര വാർഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലങ്ങളിലൊന്നാണിത്. തകർന്ന പാലത്തിന് പകരം സമീപത്ത് ഒരു പാലം നിർമ്മിക്കാൻ ടെൻഡർ നടപടികൾ സ്വീകരിച്ചെങ്കിലും നിർമ്മാണം എങ്ങുമെത്തിയില്ല. അടിയന്തരമായി പാലത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നാട്ടുവർത്തമാനത്തിൽ ഇനി കാർഷിക കേരളം. ഇടുക്കി അടിമാലി കുരങ്ങാട്ടി പാടശേഖരത്ത് വിളവെടുപ്പ് തുടങ്ങി. കാലാവസ്ഥ ചതിക്കാത്തതിനാൽ ഇത്തവണ ഭേദപ്പെട്ട വിളവ് ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. മലകൾക്ക് നടുവിൽ പരന്നുകിടക്കുന്ന കുരങ്ങാട്ടി പാടശേഖരം സ്വർണ്ണ നിറം പൂണ്ടു കഴിഞ്ഞു. പാടശേഖരത്ത് വിത്തിറക്കിയ കർഷകർ ഓരോരുത്തരായി പതിയെ വിളവെടുപ്പ് ആരംഭിച്ചു. മൂപ്പെത്തിയ നെൽക്കതിരുകൾ കാറ്റിലുലഞ്ഞ് കൊയ്ത്തുപാട്ടിന് കാതോർക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കർഷകർ വിളവെടുപ്പിനായി പാടത്തിറങ്ങും. ഇത്തവണ കാര്യമായി കാലാവസ്ഥ ചതിക്കാത്തതിനാൽ ഭേദപ്പെട്ട വിളവ് ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ഇവിടുത്തെ കൃഷിക്കാരെ സംബന്ധിച്ച് കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നു. കൃത്യമായ സമയത്ത് മഴ കിട്ടി, നേരത്തെ കൃഷി ഇറക്കാൻ പറ്റി. ഇപ്പോൾ UNDPയുടെ സഹായം ഉണ്ടായിരുന്നു. സുഭിക്ഷ കേരളം പദ്ധതി കുരങ്ങാട്ടിയിൽ വ്യാപകമായ രീതിയിൽ ആളുകളെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു കൃഷി കൂടുതലായിട്ട് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കൃഷി ആരംഭിച്ച അന്ന് മുതലുള്ള എല്ലാ സഹകരണത്തിൻ്റെയും കാലാവസ്ഥ അനുകൂലത്തിൻ്റെയൊക്കെ ആയിട്ട് ഭാഗമായിട്ട് നല്ല വിളവ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം വിളവ് ഇത്തവണ കർഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈറേഞ്ചിന്റെ പല മേഖലകളിൽ നിന്നും നെൽകൃഷി പാടെ പടിയിറങ്ങിയെങ്കിലും വർഷാവർഷം മുടങ്ങാതെ പാടത്ത് വിത്തെറിയുന്ന ഒരുപറ്റം കർഷകർ കുരങ്ങാട്ടിയിലുണ്ട്. UNDPയുടെയും കൃഷിഭവന്റെയും എല്ലാം സഹകരണത്തോടെയാണ് കർഷകർ ഇവിടെ നെൽകൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാട്ടുമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രതികൂല ഘടകങ്ങളെ അതിജീവിച്ച് വേണം കർഷകരിവിടെ കതിരുകാക്കാൻ. മലബാറിയും ഇത്തിക്കണ്ടപ്പനും മല്ലിക്കുറവിയും രക്തശാലിയുമൊക്കെയാണ് കർഷകർ കുരങ്ങാട്ടി പാടശേഖരത്ത് വിളവെടുപ്പിന് പാകമാക്കിയത്. ന്യൂസ് 18 കുരങ്ങാട്ടി. വീട്ടുമുറ്റത്ത് 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പൂച്ചെടികളും കൃഷി ചെയ്യുകയാണ് ഒരു അധ്യാപിക. ഗുരുവായൂർ ചന്ദ്രാപിനി സ്വദേശിയും അധ്യാപികയുമായ ആശയാണ് നൂതന രീതിയിൽ കൃഷി ചെയ്യുന്നത്. പെരുമ്പടപ്പ SRV UP സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് VV ആശ. സുഭിക്ഷ കേരളം ജൈവഗൃഹം പദ്ധതിയുടെ ഭാഗമായി നൂതന രീതികൾ അവലംബിച്ച് വീട്ടുമുറ്റത്ത് കൃഷിയിടമൊരുക്കി. ആകെയുള്ള 9.5 സെന്റിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയാണ് ടീച്ചറുടെ കൃഷി. മുളക്, പയർ, പാവൽ, വെണ്ട തുടങ്ങിയ വിവിധയിനം പച്ചക്കറികളും മധുരാമ്പഴം, മാതളനാരകം, ഓറഞ്ച്, ചെറി, സ്ട്രോബെറി, സപ്പോട്ട, പാഷൻ ഫ്രൂട്ട്, മുന്തിരി തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും വെർട്ടിക്കൽ ഗാർഡൻ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പൂന്തോട്ടവും ആശയുടെ കൃഷിയിടത്തെ സമ്പന്നമാക്കുന്നു. അക്വാപോണിക്സ് രീതിയിലുള്ള മത്സ്യകൃഷിയും ഹൈടെക് കോഴി വളർത്തലും ഇതോടൊപ്പമുണ്ട്. കൃഷിക്ക് വളത്തിനായി ആധുനിക രീതിയിലുള്ള ബയോഗ്യാസ് പ്ലാന്റും മാലിന്യ സംസ്കരണത്തിനായി ഇൻസിനറേറ്ററും വീടിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. വെറുതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കൊന്നും തന്നെ ഇത്തരത്തിൽ ഇറങ്ങാൻ തോന്നാഞ്ഞിട്ടാണോ അത് ചെയ്യാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. അവര് ഇതിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വീടുകളിലും കൃഷി ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ലോക്ക്ഡൌണിടെയാണ് ആശ കൃഷിയിൽ സജീവമാകുന്നത്. തുടർന്നാണ് എടത്തിരുത്തി കൃഷിഭവൻ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ജൈവഗൃഹം പദ്ധതിയിൽ അംഗമായത്. സമയമില്ലെന്ന് പറഞ്ഞ് കൃഷിയിലേക്കിറങ്ങാൻ മടിക്കുന്നവർക്ക് ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കിനിടയിലും കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തി മികച്ച വിളവൊരുക്കാൻ കഴിയുമെന്ന് തെളിയിക്കുക കൂടിയാണ് ഈ അധ്യാപിക. ന്യൂസ് 18 ഗുരുവായൂർ. തെങ്ങ് കൃഷിക്ക് ഭീഷണി ഉയർത്തുന്ന കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി എന്നിവയുടെ ആക്രമണത്തെ ചെറുക്കാൻ സഹായിക്കുന്ന കോക്കനട്ട് ട്രാപ്പ് ഹൈറേഞ്ച് മേഖലയിലും സുപരിചിതമാകുന്നു. തെങ്ങിൻ തോപ്പുകളിലെ ചെല്ലികളെ ആകർഷിച്ച് കെണിയിൽപ്പെടുത്തി ഇല്ലാതാക്കുകയാണ് ഈ പദ്ധതിയിലൂടെ. കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും തെങ്ങ് കൃഷിക്ക് വെല്ലുവിളി ഉയർത്തുന്ന കീടങ്ങളാണ്. ഇവയെ തുരത്താൻ കർഷകർ ഏറെ പണിപ്പെടുന്ന കാഴ്ചയാണ് ഓരോ തോട്ടങ്ങളിലും കാണാൻ കഴിയുക. കൊമ്പൻ ചെല്ലിയെയും ചെമ്പൻ ചെല്ലിയെയും ഫലപ്രദമായി പിടികൂടാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് കോക്കനട്ട് ട്രാപ്പ്. ചെല്ലികളെ തുരത്താൻ സഹായിക്കുന്ന ഈ കെണി ഹൈറേഞ്ച് മേഖലയിലും സുപരിചിതമാവുകയാണ്. കേര കർഷകരുടെ ആവശ്യപ്രകാരം അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ഷോപ്പിൽ കോക്കനട്ട് ട്രാപ്പ് ലഭ്യമാക്കിയിട്ടുള്ളതായി പഞ്ചായത്ത് സെക്രട്ടറി KN സഹജൻ പറഞ്ഞു. കൊമ്പൻ ചെല്ലി അതുപോലെ തന്നെ ചെമ്പൻ കൊല്ലി എന്ന് പറയുന്ന 2 തരത്തിൽ തെങ്ങിൻ്റെ മണ്ടയെ നശിപ്പിക്കുന്ന 2 വലിയ കീടങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു പ്രദേശത്ത് ഒന്നിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കുറേയധികം കർഷകർ ചേർന്നിട്ട് കൂട്ടായി അത് പ്രവർത്തിപ്പിച്ചാലേ പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ
സമീപത്തെ എല്ലാത്തിനെയും ഒരുമിച്ച് നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരാളുടെ പറമ്പിൽ മാത്രം വയ്ക്കുമ്പോൾ അതിലേക്ക് കൂടുതലായിട്ട് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിലെ കേര കർഷകരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ബക്കറ്റിനോട് സാദൃശ്യമുള്ള പാത്രത്തിൽ വെള്ളം നിറച്ച് തെങ്ങിൻ തോപ്പുകളിൽ തൂക്കിയിടും. പാത്രത്തിന്റെ മുകൾ ഭാഗത്തായി 2 വലിയ ദ്വാരങ്ങൾ. തൂക്കിയിട്ടിരിക്കുന്ന പാത്രത്തിന്റെ അടപ്പിൽ ചെല്ലികളെ ആകർഷിക്കാൻ കഴിയുന്ന പ്രത്യേകതരം മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടാകും. ആകർഷിച്ചെത്തുന്ന ചെല്ലികൾ ദ്വാരത്തിലൂടെ പാത്രത്തിനകത്ത് വെള്ളത്തിൽ വീഴുകയും ചെയ്യും. കർഷകർക്ക് താങ്ങാവുന്ന ചിലവ് മാത്രമേ കോക്കനട്ട് ട്രാപ്പിന് വരുന്നുള്ളൂവെന്നും കേര കർഷകർക്ക് സഹായകരമാണ്. ന്യൂസ് 18 അടിമാലി. സ്കൂളിനോട് ചേർന്ന് ഹരിതവനം നിർമ്മിച്ച് ഇടുക്കി മുക്കുടം ഗവൺമെന്റ് ഹൈസ്കൂൾ. സ്കൂളിന്റെ 1 ഏക്കറോളം സ്ഥലത്താണ് ഹരിതവനം നിർമ്മിച്ചിരിക്കുന്നത്. ഇടുക്കി കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ മുക്കുടം സർക്കാർ ഹൈസ്കൂളിലാണ് വിദ്യാർത്ഥികളും സ്കൂൾ മാനേജ്മെന്റും ചേർന്ന് സ്കൂൾ വളപ്പിൽ ഹരിതവനം നിർമ്മിച്ചത്. നീർമരുത്, മണിമരുത്, ഇല്ലി, ഞാവൽ, അത്തി, കണിക്കൊന്ന തുടങ്ങിയ പലതരം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. സ്കൂളിലെ ഫോറസ്റ്റ് ക്ലബിന്റെയും നേച്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് പദ്ധതികൾക്ക് തുടക്കമിട്ടത്. കൊറോണ ആയതുകൊണ്ട് കുട്ടികൾ ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ അവർക്ക് കഴിഞ്ഞ വർഷമൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. അവരെയും കൂടെ ഈ പ്രോജക്റ്റുകളുടെ ഭാഗമാക്കിക്കൊണ്ട് അവർക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടത്തക്ക വിധത്തിൽ പങ്കെടുപ്പിച്ച് ചെയ്യായിരുന്നു. സ്കൂൾ അധികൃതർ മികച്ച രീതിയിൽ ഇത് സംരക്ഷിക്കുന്നു എന്നറിഞ്ഞ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഈ ഹരിതവനത്തെ വനം വകുപ്പിന്റെ വിദ്യാവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. വിദ്യാർത്ഥികളിൽ ജൈവവൈവിധ്യ സംരക്ഷണ അവബോധം വളർത്തുന്നതിനും വനവൽക്കരണ വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പ്രായോഗിക പരിശീലനം ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് മുക്കുടം സർക്കാർ ഹൈസ്കൂളിലും വിദ്യാവനം പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ക്രിസ്തുമസിന്റെ വരവറിയിച്ചുകൊണ്ട് നാടെങ്ങും നക്ഷത്ര വിളക്കുകൾ തൂക്കുകയും പുൽക്കൂടുകൾ ഒരുക്കുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ്. എന്നാൽ ഒരു പള്ളി അങ്കണം തന്നെ ഒരു പുൽക്കൂടിന് സമാനമായി ഒരുക്കിയിരിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടത്തെ മഞ്ഞപ്പെട്ടി സെന്റ് മേരീസ് ദേവാലയത്തിലെ യുവജന കൂട്ടായ്മ. പള്ളിയങ്കണം തന്നെ ഒരു പുൽക്കൂടിന് സമാനമായി മാറ്റിക്കൊണ്ട് ക്രിസ്മസിന്റെ വരവറിയിക്കുകയാണ് നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി സെന്റ് മേരീസ് ദേവാലയത്തിലെ യുവജന കൂട്ടായ്മ. വിസ്തൃതി കൊണ്ടും വലിപ്പം കൊണ്ടും ആകർഷണീയമാണ് പുൽക്കൂട്. നിരവധി പേരാണ് പുൽക്കൂട് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടവക വികാരി ഫാദർ ജോസഫ് പൗവത്തലിന്റെ മേൽനോട്ടത്തിൽ KCYM പ്രവർത്തകരാണ് പുൽക്കൂടൊരുക്കിയത്. ഒരുപക്ഷെ ഇടുക്കിയിലെ തന്നെ ഏറ്റവും വലിയ പുൽക്കൂടായിട്ട് തന്നെ കാണാൻ നമുക്ക് സാധിക്കും. വളരെ മനോഹരമായ ഈ പുൽക്കൂട് നിർമ്മിക്കാനായിട്ട് സഹായിച്ചത് ഈ ഇടവകയിലെ യുവജനങ്ങളും മറ്റാളുകളും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ ഈ പുൽക്കൂട് കാണാൻ വേണ്ടി വരുന്നുണ്ട്. 30 അടിയോളം ഉയരത്തിൽ കാർഡ്ബോർഡുകൾ ഉപയോഗിച്ചാണ് പുൽക്കൂടിന്റെ നിർമ്മാണം. കഴിഞ്ഞ വർഷം മഞ്ഞപ്പെട്ടി സെന്റ് മേരീസ് പള്ളിയുടെ നേതൃത്വത്തിൽ അഖില കേരള പുൽക്കൂട് മത്സരം സംഘടിപ്പിച്ചിരുന്നതും ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് 18 നെടുങ്കണ്ടം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com.